ഹായ് ഫ്രണ്ട്സ്, നത്തൻസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ടൊമാറ്റോ ചില്ലി സോസുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ 1 കിലോ ടൊമാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് പുളിയുള്ള ടൊമാറ്റോ കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പുളിയും കൂടെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ടൊമാറ്റോ എടുത്തേക്കുന്നത്. ഇച്ചിരി പുളിയുള്ള ടൊമാറ്റോ നിങ്ങളുടെ ഉണ്ടെങ്കിൽ എടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരാം. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. നമുക്കിത് വേവിച്ചെടുക്കാനുള്ളതാണ്. ടൊമാറ്റോ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം ഒരു പച്ചമുളക് കൂടി ഇടുന്നുണ്ട്, 2 കറുകപ്പട്ട, 3 കഷ്ണം ഗ്രാമ്പൂ, 4 കുരുമുളക്, 1 ഏലക്ക. ഇതോടൊപ്പം ഞാൻ 1 ഗ്ലാസ് തണുത്ത വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. ഒരു വെള്ളമാണിത്. ഒരു 3 കഷ്ണം ഗാർലിക്കും കൂടി ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ടൊമാറ്റോ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചൊന്ന് ഇതിൻ്റെ പൾപ്പൊന്ന് വേർതിരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോയുടെ പൾപ്പെല്ലാം നല്ല കട്ടിക്ക് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോയുടെ പൾപ്പെല്ലാം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതോടൊപ്പം 2 സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വിനിഗറാണ്. ഈ ബോട്ടിലിൻ്റെ ക്യാപ്പിന് 1 ക്യാപ്പ് വിനിഗറാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതെല്ലാം നല്ല പരുവത്തിന് കുറുകി വന്നിട്ടുണ്ട്. തവിയിൽ നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് വിട്ടു വരുന്ന ഒരു പരുവം മതി. കാര്യം ഒരുപാട് കുറുകി കഴിഞ്ഞാൽ അത് തണുത്ത് വരുമ്പോൾ നല്ല കട്ടിക്കിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇത് അത്യാവശ്യം ഇത്ര മാത്രം ഒന്ന് കുറുകി വന്നാൽ മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ ചില്ലി സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.